അച്ഛാ, അവരാണെന്ന് തോന്നുന്നു. ഇങ്ങോട്ടിരുന്നു. ഞാനിവിടെ നിന്നോളാം. മോനെ ശിവദാസ, നീ ഇരുന്നോളാം. മന്ത്രിക്കൊക്കെ സുഖം തന്നെയല്ലേ? അതെ. എന്താ ഒരുമാതിരി വല്ലാതിരിക്കുന്നേ? ഇങ്ങോട്ട് വരുന്നത് മന്ത്രി അറിഞ്ഞു കാണില്ല. ഓ അതെ അതെ. മന്ത്രിയുടെ അതേ മുഖച്ചായ. അച്ഛൻ മന്ത്രി കണ്ടിട്ടുണ്ടോ? ഈ പത്രങ്ങൾ വരുന്ന ഫോട്ടോ കണ്ടിരിക്കുമല്ലേ? അതെ അതെ. മകളെ കണ്ടാ പിന്നെ മന്ത്രിയെ കാണണ്ട. ഇതുപോലെ തന്നെ ഒരു നേഴ്സുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. വക്കീലട്ടം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നാ കാണണ്ട. ഇവരെ കണ്ടാ മതി. ഇവരെ പോലെ തന്നെ ഇരിക്കും. ഇവരെ പോലെയല്ല, ഇവര് തന്നെ ഇരിക്കണം. സത്യം പറഞ്ഞു. നീ ആരാ? മന്ത്രിയുടെ പേരെങ്ങാനും മാറിപ്പോയതാണ്. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കല്ലേ ശിവദാസ. തന്തയുടെ പേര് മാറിപ്പോകും. അവള് പറയട്ടെ. ചോദിച്ചു കേട്ടില്ലേ? പറയണം. ഞാൻ മന്ത്രി. ഇപ്പൊ നീ മന്ത്രിയായോ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ എന്റെ കുഞ്ഞുണ്ണി സർക്കിളിനെ കൊണ്ട് കയ്യാനും വെപ്പിച്ച് ലോക്കപ്പിലാക്കും. അച്ഛാ, ഞാൻ പറയാം. നീ നിന്നോട് ചോദിച്ചോ. മോനെ കുഞ്ഞുണ്ണി, ഇതറാ. കരയുന്നത് കണ്ടില്ലേ കള്ളി? ഞാൻ ചോദിക്കാം, സത്യം പറഞ്ഞു. നീ ആരാണ്? സർക്കിളേട്ടാ, ഇവിടെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകണം. ഒരു കല്യാണം കഴിക്കാൻ എത്ര വേണമെങ്കിലും നുണ പറയാമെന്ന് ഇവര് പറഞ്ഞു. അയ്യോ, ഞാനോ? ശിവദാസായിട്ടല്ലേ പ്രേമം? നീ അങ്ങനെ പറഞ്ഞോളൂ ശിവദാസ. പറഞ്ഞോട് പറയും. പറഞ്ഞു. ഇത്രയും ബുദ്ധി നിനക്ക് ആര് പറഞ്ഞു തന്നടാ? എടാ, ആര് പറഞ്ഞു തന്നു? ആരും പറഞ്ഞു തന്നില്ല. എന്തൊരു കഷ്ടകാലാണ് ഭഗവാന്. ആർക്കാടാ കഷ്ടകാലം? അല്ല, പൊന്നുപോലെ വളർത്തിയൊരു മോൻ അതും ഒരു പെണ്ണിന്റെ കൂടെ കൂടിയിട്ട് സ്വന്തം അച്ഛനെ പറ്റിക്കാമോ? വെള്ളത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ. അപ്പൊ നിനക്കിതൊന്നും അറിഞ്ഞുകൂടല്ലേ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. നടക്കണേ. വരട്ടെ. എടീ, നിന്റെ അച്ഛന്റെ പേരെന്താടി? പറയാൻ. പാച്ചു. ഓ, പാച്ചു. ഇഞ്ചിക്കണ്ടത്തിൽ പാച്ചു അല്ലേ? അതെ. ഓഹോ, പാച്ചുവിന്റെ മകനാണോ? എന്നാൽ നേരത്തെ അങ്ങ് പറയണ്ടേ? ഇനിയിപ്പോഴങ്ങ് നടത്തി കൊടുത്തൂടെ? നമ്മുടെ പഴയ കൂട്ടുകാരനല്ലേ? ആലോചിക്കട്ടെ. അച്ഛൻ എന്താണ് പറയുന്നത്? മോളെ, ഞാനും ഇവളുടെ അച്ഛനും തമ്മിൽ അത്രയ്ക്ക് അടുപ്പത്തിലായിരുന്നു. എന്നാ അച്ഛൻ? അനു, നീ മിണ്ടാതിരിക്കും. ജീവിതത്തിൽ ഇങ്ങനെയെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യരുത്. എടാ ശിവദാസേ, നീ ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് കയ്യോടെ പാച്ചുവിനെയും ഭാര്യയും കൂട്ടിക്കൊണ്ടുപോവാ. ഞാൻ അവരുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് മാപ്പ് തരണം. തന്നിരിക്കുന്നു. എനിക്കും. ആ, നിനക്കും. എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. എന്നോടും. ആ, നിന്നോടും. ഞാൻ പറഞ്ഞില്ലേ, എന്റെ വല്യച്ഛന്റെ മനസ്സ് വലിയ മൈതാനം പോലത്തെ മനസ്സാണ്. ഒന്ന് ചോദിച്ചാ വീടൊക്കെ ഒന്ന് വലിക്കാന്ന്. ഒരു ബീഡി ഇല്ല അല്ലേ? എന്താ ഗോപാല പോണ്ടേ? പാച്ചുവേ, എന്റെ ചുമലിനൊരു വെട്ട്. മനസ്സിലായി. നമുക്ക് സ്വല്പം പിന്നീട് പോവാം.
വലിച്ചു വലിച്ചു പോട്ടെ. പോട്ടെ. വലിച്ചു പോട്ടെ. വലിച്ചു അങ്ങോട്ട് പോ. വലിച്ചു വലി ഞാൻ മരിച്ച മാത്രം മതി, നിങ്ങൾ വലി തള്ളിത്താ. ശരിക്കും വലിക്കു പോട്ടെ. വരിയും പിള്ളേരെ വലി വലി അങ്ങോട്ട് തള്ളി. വലി ഒന്ന് കഞ്ഞുടിച്ചേട്ടെ. എടാ പിള്ളേരെ നിങ്ങൾ എന്തായാലും വിളിച്ചു കഞ്ഞുടിക്കാൻ വരണേ. വരണം വരണം. ഒന്ന് കഞ്ഞുടിക്കണം. എന്നാ പോവാ മക്കളെ പപ്പറ ചവിട്ടിയാലും പിന്നെ എടുത്ത് കേട്ടാ. മക്കളെ നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ സുശീലയുടെ അമ്മയുടെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നത്? എനിക്കെന്ത് ബുദ്ധിമുട്ട് പോകലട്ടാ, അമ്മയില്ലാത്ത കുഞ്ഞുങ്ങളല്ലേ. ഇവർക്ക് ചോറ് കൊടുത്തില്ലേ? എല്ലാവർക്കും കൊടുത്തു. എന്നാലേ നിങ്ങൾ അവിടെ എങ്ങാനും പോയി കളിക്കാൻ നോക്ക്, ഞങ്ങൾ ഇത്തിരി കഞ്ഞി കുടിക്കട്ടെ. ചെല്ലേ ചെല്ലേ. പപ്പറ വറക്കി തിന്നല്ലേ? നല്ല കപ്പ വെന്തിട്ടുണ്ട്. മതി മതി. ദാ. ഉപ്പിട്ടിട്ടുണ്ടേ, കുടിച്ചോ. അതുകൊണ്ടോ അതുകൊണ്ടോ നിന്റെ സുശീല എപ്പോഴും എന്റെ ശിവദാസിന്റെ പുറകെ. നമുക്ക് ശിവദാസിനെ കൊണ്ട് അവളെ അങ്ങ് കല്യാണം കഴിപ്പിച്ചാലോ? നീ എന്ത് പറയും? അന്ന് അവൻ എന്നോട് പറഞ്ഞതാണ് നിന്നെ കൊണ്ട് സുശീലയെ കല്യാണം കഴിപ്പിക്കണമെന്ന്. ഇത്രയൊക്കെ വലിയവനായിട്ടും അവൻ ആ വാക്ക് മറന്നിട്ടില്ല. അങ്ങനെയാ നന്ദിയുള്ളവര്. നിന്റെ അമ്മ മരിച്ചത് ഓർമ്മയുണ്ടോ മോനെ? അന്ന് അവൻ തീരെ കൊച്ചല്ലേ, അവൻ എങ്ങനെ ഓർക്കും? മോനെ, നിന്റെ അമ്മൂമ്മ മരിച്ച ഓർമ്മയുണ്ടോ? ഓ, അമ്മ മരിച്ചത് ഓർമ്മയില്ല, പിന്നെയാണ് അമ്മൂമ്മ മരിച്ചത്. അച്ഛൻ ഇതും വെറും സമയം കളയണ്ട, അവരോട് കാത്തിരിക്കാം. ശർക്കര തുണി നീ വർത്തമാനം പറഞ്ഞ കഥ വേഗം കൂട്ടി ഇടുന്നുണ്ടോ? വർത്താനം പറയുന്നത് നിങ്ങളല്ലേ അമ്മയുടെ കഥ പറയുന്നത്. ഇത് പറഞ്ഞ് തർക്കിക്കണ്ട, വേഗം പോകും. കണ്ടോ അവളുടെ ഒരു ധൃതി. ഗോപാലൻ കാത്തിരിക്കും. നീ നോക്കിക്കും. കാല് കാല് കുട്ടി കുട്ടി. അമ്മ പശുപോൻ വെള്ളം. ഓ. വെള്ളം, വെള്ളം. ഒന്നുമില്ല, പഞ്ഞി പഞ്ഞി പഞ്ഞി. എന്ത് വലിയ വീട്, കൊട്ടാരം പോലത്തെ വീട്. നമ്മളുടെ മോന്റെ ഭാഗ്യം. നീ ഇവിടെ നോക്കിക്ക, വെള്ളത്തിൽ വിളിക്കുന്നത്. ഗോപാല, നിനക്ക് പണ്ടേ ഇഷ്ടമല്ലേ തെങ്ങിൻ ചക്കരയും ഉണ്ടക്കൊപ്പരയും? ഇതേ ഞാൻ സ്വല്പം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ. അവിടെ വെച്ചു. ആ. ഞാൻ നിനക്ക് കുറച്ച് നല്ല ഇളം കള്ളു കൊണ്ടിരുന്നു വിചാരിച്ചതാ, പക്ഷെ ഇവള് സമ്മതിച്ചില്ല. നീ ഇപ്പൊ കള്ളൊക്കെ കുടിക്കോ ഗോപാല? ഇതെല്ലാം അങ്ങോട്ട് എടുക്കണം. എടുക്കാൻ ഗോപാല, ഇത് എടുത്തോളൂ. വലിയ ഇതൊന്നും ഉപയോഗിക്കാറില്ല. ഇനി എഴുന്നേൽക്കണം. വലിയ എന്ത് പറ്റില്ല? എന്ത്? നീ പോടാവുന്നു. നിന്നോട് ചോദിച്ചില്ല. അച്ഛാ, ഇത് സുശീലയുടെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇവിടുത്തെ നായ്ക്കളെ കെട്ടിയിടുന്നിടത്ത് ഇരിക്കാനുള്ള യോഗ്യത ഉണ്ടോടാ നിനക്ക് നിന്റെ കുടുംബത്തിന്? ഗോപാല, ഗോപാലനോ? എന്റെ മോനെ മയക്കിയെടുക്കാൻ മകളെ പറഞ്ഞ് വിട്ടതാണല്ലോടാ. തോന്നാസം പറയരുത്. മയക്കിയെടുക്കുന്ന പാരമ്പര്യം ഞങ്ങളുടെ തറവാട്ടിലില്ല. നിങ്ങളുടെ തറവാട്ടിലെ കാര്യമായിരിക്കും പറയുന്നത്. ആരാരെ മയക്കിയെടുത്തു നിങ്ങളുടെ മോനോട് ചോദിക്കണം. എനിക്കാരോടും ചോദിക്കണ്ട. നിന്നെ എനിക്ക് പണ്ടേ അറിഞ്ഞൂടെ. കോടീശ്വരനായ എന്റെ ബന്ധുവാകാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? നീ എന്താണ് അത്ര വലിയവനായത്? വലിയവനായത് എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയാം. കരിഞ്ചന്തയും കള്ളക്കടത്ത് നടത്തിയിട്ടല്ലേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുതാ. എന്തല്ലേ ലക്ഷ്യം വെള്ളിയെ പറ്റി ആരാഴ്ച പറയുന്നത്? ഞങ്ങളെ വിളിച്ചു വരുത്തി ഇങ്ങനെ അവമാനിക്കേണ്ടിരുന്നില്ലേ ഗോപാല? നിങ്ങൾ അങ്ങോട്ട് വരണം. ഇനി ഈ എരപ്പന്റെ വീട്ടിലൊരു നിമിഷം നിന്ന് പോരുത്. നീ എന്തെന്നുണ്ട് പറഞ്ഞേക്കാം. ഇവിടെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കണ. നിന്റെ പട്ടാളത്തിൽ നിന്ന് വിളിക്കണ്ട. വെളിയിൽ പോയി ഞങ്ങൾക്ക് വഴി അറിയാം. നിങ്ങൾ വരുന്നുണ്ടല്ലേ? നാളെ മുതൽ നിന്റെ മോളെ ജോലിക്ക് അയക്കണ്ട.